ഏതെങ്കിലും ഒരു ചെറിയ പൊടിക്കൈയായിരിക്കും ഒരു വിഭവത്തെ കൂടുതൽ രുചിയുള്ളതാക്കുന്നത്. നമസ്കാരം, ഏവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇല അടയാണ്. അപ്പോൾ ഈ വിഭവത്തെ കൂടുതൽ രുചിയുള്ളതാക്കുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ നമുക്ക് കാണാം. ആദ്യം ഫില്ലിങ്സ് റെഡിയാക്കാനാണ് പോകുന്നത്. അതിനാദ്യം വെള്ളം ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 അണി വെല്ലമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എനിക്ക് തിക്കായിട്ടാണ് ഇത് വേണ്ടത്. അപ്പോൾ 2 അണി വെല്ലം, പിന്നെ ഫില്ലിങ്സിന് ആവശ്യമായിട്ട് 1 മുറി തേങ്ങയാണ്. അപ്പോൾ അതിന് 2 അണി മതിയാകും. അപ്പോൾ ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ മെൽറ്റാക്കി എടുക്കുന്നതായിരിക്കും നന്നാവുക. ഇനി ഒരു പാത്രം വെച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യും അതുപോലെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1 മുറി തേങ്ങ ചിരവിയതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കുന്നു. ഇതൊന്ന് ഇതിൽ നന്നായി വറുത്തെടുക്കേണ്ടതുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അരിയിലേക്ക് മധുരം ഡിവൈഡ് ആവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ പിന്നെ ചെറിയൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഉരുക്കി വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒരു 2 മിനിറ്റ് ഇതിൽ കിടന്നൊന്ന് തിളക്കണം. അപ്പോൾ മധുരം നന്നായിട്ട് തേങ്ങയിലേക്ക് പിടിക്കും. അപ്പോൾ നല്ല മണമാണ് തേങ്ങ വറുത്തതിൻ്റെയും വെല്ലത്തിൻ്റെയും സ്മെല്ല്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി അട തയ്യാറാക്കാനുള്ള അരിയൊന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതുപോലെ അട പരത്തിയെടുക്കുമ്പോൾ എപ്പോഴും കട്ടി കുറഞ്ഞിട്ട് വേണം പരത്തിയെടുക്കാൻ, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ്സ് നല്ല തിക്കായിട്ടുണ്ട്. ഇതിന് ശരിക്കും ബെല്ലമുട്ടായിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് അരിയിൽ വെക്കുമ്പോൾ ചൂടാകുമ്പോൾ ഒരിക്കലും ഇതിൻ്റെ മധുരം അരിയിലേക്ക് പോവില്ല. അപ്പം മധുരവും വറുത്ത തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് അട വെന്ത് കഴിഞ്ഞാലും നമുക്ക് അത് സെപ്പറേറ്റ് തന്നെ അത് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ വറുത്തിട്ട് നമ്മൾ ഇതുപോലെ ഫില്ലിങ്സ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കിതിൻ്റെ ഫില്ലിങ്സ് കണ്ടാൽ തന്നെ അറിയാം, നല്ല തിക്കായിട്ടാണുള്ളത്. ഇത് വെന്ത് കഴിഞ്ഞാലും ഇതേ മധുരത്തോടു കൂടി തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്ന വിഭവം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പൊടിക്കൈ ഉപയോഗിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ തനതായ രുചിയിൽ തന്നെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. താങ്ക് യു.